2018 ഞങ്ങൾ ഈ പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ബ്രാൻഡായിട്ടുള്ള ഫെനസ്റ്റയും ഈ മോഡുലാർ റെയിലിങ്ങിൻ്റെയൊക്കെ ഡിസ്കഷൻസ് വരുമ്പോഴന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്തത് ക്ലയൻറ്റിൻ്റെ ഒരു NRI ബാക്ക്ഗ്രൗണ്ടായിരുന്നു. അന്ന് 2018 തെക്കൻ കേരളത്തിലൊക്കെ വുഡ് എന്ന് പറയുന്നതാണ് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ടൈപ്പ് നിന്നത്. സ്റ്റെയർ കേസ് ആണെങ്കിൽ എല്ലാവരും പോകുന്നത് വുഡൻ ടോപ്പറയിലായിരിക്കും. ആ ഒരു സമയത്ത് ക്ലയൻറ്റിൻ്റെ ആ ഒരു NRI എക്സ്പോഷറും പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോളജുമായിരുന്നു നമുക്ക് ഇങ്ങനൊരു മെറ്റീരിയൽ ഇവിടെ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അതേപോലെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത, ഈ വീടിൽ ഒരു വിൻഡോസിലും ഗ്രില്ല് യൂസ് ചെയ്തിട്ടില്ല. അത് ഗ്രൗണ്ട് ഫ്ലോറിലും ഇല്ല, ഫസ്റ്റ് ഫ്ലോറിലും ഇല്ല. നിങ്ങളിപ്പോൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നൊരു യൂണിറ്റാണ്. ഇവിടെ 2 വിൻഡോ ഉണ്ട്, തൊട്ടടുത്തായിട്ട് ഒരു ഡോറും ഉണ്ട് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട്. ഇതിൽ 2ലും ഗ്രില്ല് യൂസ് ചെയ്തിട്ടില്ല. അന്ന് ഗ്രില്ലില്ലാതെ ഒരു വീട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് പല ക്ലയൻസും ഈ പറയുന്ന പോലെ അത്ര വില്ലിങ്ങോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ആകാത്തൊരു സിറ്റുവേഷനിലാണ് ഈ പ്രോജക്റ്റിൽ കംപ്ലീറ്റ്ലി ഗ്രില്ലില്ലാണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തത്. ഗ്രില്ല് ഒഴിവാക്കി എന്ന് വെച്ചിട്ട് ഇതിൻ്റെ സേഫ്റ്റിയിലോ സ്ട്രെങ്തിലോ ഒരു കോംപ്രമൈസും ആയിട്ടില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടഫ് ആൻഡ് ഗ്ലാസ് സീരീസസ് ആണ് പോയേക്കുന്നത്. ഗ്രില്ലിനേക്കാളും സ്ട്രെങ്തും സെക്യൂരിറ്റിയും നമുക്കിത് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് വളരെ പേഴ്സണലായിട്ട് നിൽക്കാനുള്ള 2 റീസൺസ്. ഒന്ന്, ഒരുപാട് കസ്റ്റമേഴ്സിന് ഗ്രില്ലില്ലാതെ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് റിയലിസ്റ്റിക്കലി ഇല്ലെങ്കിൽ എന്താണ് പറയുന്നത്, വന്ന് കാണിച്ച് കൊടുത്ത് കൺവിൻസ് ചെയ്യാനായിട്ട് ഈ പ്രൊജക്റ്റ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ക്ലയൻസിനും ഇപ്പോഴും ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയൊരു പേടിയാണ് ഗ്രില്ല് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ബാൽക്കണി ഡോർക്കം വിൻഡോ യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഗ്രില്ലിട്ട് കവർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് നോക്കുമ്പം ഒന്ന് നമുക്ക് വെളിയിലേക്കുള്ള പമ്പാ നദിയുടെ വ്യൂ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിന് ഒരു തരത്തിൽ പോലും മങ്ങലേൽപ്പിക്കാത്ത തരത്തിലാണ് പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലയൻറ്റും അതിന്നും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരിന്ന് വരുമ്പോഴും ക്ലയൻറ്റിൻ്റെ സൈഡിൽ നമുക്ക് അപ്രിസിയേഷൻ കിട്ടുന്നത് ആ ഒരു ഡിസിഷനെ തന്നെയാണ്. അത് നമ്മൾ ഗ്രില്ല് വെച്ചില്ല, അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗി, സോ ബേസിക്കലി ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഫോട്ടോ ഫ്രെയിം എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്.